സർ എങ്ങനെയുണ്ട് ഈ സാധനങ്ങളൊക്കെ? എന്താ അല്ല ഈ സ്നാക്സും ക്യാപ്ച്ചിനയും. കഴിച്ചു കഴിഞ്ഞ് ഒരു അഭിപ്രായം എന്തായാലും പറയണല്ലോ, പറയാം. ആ, അല്ല കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈ ഒരെണ്ണം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ല ഈ ബാക്കി രണ്ടെണ്ണം കൂടി കഴിച്ചിട്ട് അഭിപ്രായം പെട്ടെന്ന് പതിരുന്നെങ്കിൽ. അതെന്താ, ഇത് പഴയത് വല്ലതാണോ? അയ്യോ, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളങ്ങനെ ചോദിച്ചതുകൊണ്ട് ചോദിച്ചു പോയതാ. എന്താ എന്താ സാർ പ്രശ്നം? നിങ്ങൾ ആരാ? ഞാൻ റോയ്, ഈ കോഫി ഷോപ്പിന്റെ ഓണറാ. മിസ്റ്റർ റോയ്, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത്? അല്ല സാർ, ട്രീറ്റ് വേണമെങ്കിൽ ഇനിയും ചെയ്യാം. ദയവേത് സാർ ഇതൊരു ഇഷ്യൂ ആക്കരുത്. എന്ത് ഇഷ്യൂ ആക്കാൻ? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? സാർ, മറ്റ് ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സർവീസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സാറ് നേരിട്ട് വന്ന് കാര്യങ്ങൾ വിലയിരുത്തുമെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു എന്ന് മാത്രം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ സർ. ഇയാൾ ആരാ? എടോ, താൻ തന്നെയാ പ്രശ്നം. ഇയാൾ വന്നിട്ട് സ്നാക്സ് എങ്ങനെയുണ്ട്, കഴിച്ചിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മനുഷ്യൻ പേടിക്കത്തില്ലേ? അല്ല, സത്യത്തിൽ സ്നാക്സിന് വല്ല കുഴപ്പമുണ്ടോ സാർ? സ്നാക്സിനല്ല കുഴപ്പം, ഇവിടെയുള്ളവരൊക്കെ കുഴപ്പം. ഞാൻ വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, സാർ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി തുറന്ന് പറഞ്ഞൂടെ സാർ? ഓ, അതോ, ഞാനൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഓണറാ. എൻ്റെ പേര് പ്രകാശ്. ഇതാണ് എൻ്റെ കാർഡ്. പുറത്തന്വേഷിച്ചപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ ആണെന്നും നല്ല സർവീസ് ആണെന്നും ഞാൻ കേട്ടു. ഒന്ന് കണ്ടു കളയാമെന്ന് ഓർത്ത് കയറിയതാ. എനിക്കിഷ്ടമായി. ബിസിനസ് സംസാരിക്കാനായി അധികം താമസിയാതെ ഞാൻ വരാം. ഓക്കെ? മാനെ സുനിലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിനക്ക് ഞാനും വെച്ചണ്ടാ. ശരി സാർ. ശരി. കിട്ടുന്നില്ലല്ലോ പണ്ടാരം. നീ പറഞ്ഞ ശരിയാ. എനിക്ക് ഈ ഫോർക്കും നൈഫും ഉപയോഗിക്കാൻ അറിയില്ല. എനിക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതെന്റെ കൾച്ചർ അല്ല. അങ്ങനെ വഴിക്കുവാ. എടി, നമ്മുടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതേ ഇംഗ്ലീഷുകാരുടെ രീതികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ശ്വാസം മുട്ടി ജീവിക്കാനല്ല. നമ്മളെ സംസ്കാരം നമ്മൾ ആസ്വദിച്ച് ജീവിക്കാനാ. അപ്പൊ വലിയ ഹോട്ടൽസിലും പാർട്ടീസിലൊക്കെ പോകുമ്പോ ഇതുപോലെ കൈകൊണ്ട് കഴിക്കണായിരിക്കും അല്ലേ? കഴിച്ചാൽ എന്താ കുറ്റം? എവിടെയും നമ്മുടെ സംസ്കാരത്തിന് മുൻപന്തിയിൽ സ്ഥാനം കൊടുക്കണം. അല്ലാതെ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്ത് ഈ ആയുധം വെച്ച് കഴിച്ചിട്ട് നിനക്ക് വല്ല സംതൃപ്തിയും കിട്ടുന്നുണ്ടോ? അത് ശരിയാ. വയർ നിറഞ്ഞൊന്ന ഫീലിംഗ് അല്ലാതെ ഫുഡ് തരം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ, എന്നാ മോളൊന്ന് നിരായുധയായിക്കേ. നിറായത ആ ശൂലവും കത്തിയും താഴടാൻ. എന്നിട്ട് കഴിച്ചു നോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുഡ് കഴിക്കുന്ന പോലെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ഫിംഗർ ബോൾ. ഒരു മിനിറ്റേ. എത്ര അതിന്? ഫ്രീ ആണ് സർ. ആ ഓ ആ അയ്യോ, എന്നാ ഒരു 3 എണ്ണം എടുത്തോളൂ. സാർ, അത് കൈ കഴുകുന്ന സാധനമാണ്. എന്നാ 2 എണ്ണം. ശ്ശോ. ആരും കേട്ടില്ലല്ലോ. ഉഫ്, നാറ്റിച്ചു.